നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഡെസേർട്ട് ഫ്രഷിൽ നിന്ന് മേടിച്ച ഫിഷാണ് സ്രാവ്. ഇതിൻ്റെ ഭംഗി കൊണ്ട് മാത്രം ഈ മീൻകറിയുടെ വീഡിയോ എടുക്കാൻ ഞാൻ തീരുമാനിച്ചതാണ്. ഇതിന് വേണ്ട സാധനങ്ങൾ പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, സബോള, ഓക്കെ, പിന്നെ പച്ചമാങ്ങ, പിന്നെ മുളക് പൊടി, അതിൻ്റെ നേർപകുതി മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. അത് നമുക്ക് തിളച്ച വെള്ളത്തിൽ മിക്സ് ചെയ്യണേ. ഇപ്പോൾ കാണിച്ചു തരാം. ഇത് താളിക്കാനുള്ള ചുവന്നുള്ളി, കറിവേപ്പിലും, ഓക്കെ. നല്ല തിളച്ച വെള്ളത്തിൽ നമ്മൾ ഈ പൊടികളെല്ലാം മിക്സ് ചെയ്ത് വെക്കുക. പിന്നെ മാങ്ങ നീളത്തിലരിയുക. അത് അരിയണമെന്ന് അറിഞ്ഞൊരുത്തി വന്നു അതിലൊരു പീസ് കിട്ടാനായിട്ട്, ഓക്കെ. പിന്നെ ഇതൊക്കെ കൂടി അരിഞ്ഞ് വെച്ചതൊക്കെ കൂടി ഒരു പാത്രത്തിലിട്ട് ഉപ്പിടുക, വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല പോലെ കൂട്ടി തിരുമ്പണം, നല്ല പോലെ കേട്ടോ. ഇത് ശരിക്കും മൺചട്ടിയിൽ ഉണ്ടാക്കണം, പക്ഷേ എൻ്റെ ചട്ടി ചെറിയൊരു പൊട്ടൽ വന്ന കാരണം ഞാൻ പിന്നെ അത് യൂസ് ചെയ്യണില്ല. പിന്നെ ഈ അരച്ച് വെച്ച ഈ അരപ്പ് ഇതിലേക്ക് ഒഴിക്കുക, മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം മാങ്ങ അതും മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ബോക്സ് നാളേരെ വേണ്ടത്. അതിൽ 1-ാം പാല് 2-ാം പാല് വേണം. അതിൽ 2-ാം പാൽ ഒഴിച്ച് നമ്മൾ ഈ മീനെ വേവിക്കണം. അപ്പോൾ ആദ്യം 2-ാം പാൽ ഒഴിക്കണു. എന്നിട്ട് പിന്നെ മൂടി വെച്ച് തിളച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ മീനിടുന്നു. മീൻ കഴുകി വാല വെച്ചത് മീനിട്ടു. അത് കഴിഞ്ഞതിന് ശേഷം മീൻ വെന്തതിന് ശേഷം മീൻ പിന്നെ ഇളക്കൊന്നും ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് കറക്കി വിട്ടാൽ മതിയേ. ഇത് 1-ാം പാലാണ്. നമ്മൾക്ക് ലാസ്റ്റ് വെന്തതിന് ശേഷം ഇതെൻ്റെ കെട്ടിയൊരു ടച്ചിങ്സിന് വൈകിട്ട് കട്ടൻ ചായക്കൊപ്പം മാറ്റി വെച്ചേക്കാൻ തന്നെ ഫ്രൈ ചെയ്യാനായിട്ട്, ഓക്കെ. ഇനി 1-ാം പാൽ ഒഴിക്കുന്നു. ജസ്റ്റ് ടേസ്റ്റ് നോക്കുന്നു, ഉപ്പൊക്കെ കറക്റ്റ് ആണോന്ന്. അത് കഴിഞ്ഞതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചുവന്നുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ട് താളിച്ച് മീൻകറിയിലേക്ക് വയ്ക്കുന്നു. അങ്ങനെ തൃശ്ശൂർ സ്റ്റൈൽ ഫിഷ് കറി റെഡി. ഇവിടെ ആയ സമയം കൊണ്ട് എനിക്ക് ഇരട്ടിപ്പനി തരാനായിട്ട് എൻ്റെ കെട്ടിയോൻ ഇവിടെ മോരടിച്ചുകൊണ്ടിരിക്കുകയാണേ. പാലുകുപ്പി അടുത്തുണ്ട്, പക്ഷെ അത് മോരാണേ. ഇതടിച്ച് അതൊക്കെ എന്തൊക്കെ കറികൾ എത്രയൊക്കെ വിഭവങ്ങളുണ്ടെങ്കിൽ ഈ ഒരു മോരില്ലാണ്ട് ആൾക്ക് ചോറ് കഴിക്കാൻ പറ്റില്ല, അതങ്ങനെ. പിന്നെ ചോറും കറിയൊക്കെ റെഡിയായി. ചെറിയൊരു ഉരുളൻകിഴങ്ങ് ഉപ്പേരിയും കൂടി ആക്കി. ഞങ്ങൾ ഉപ്പേരി എന്നാ പറയാട്ടാ. അങ്ങനെ മീൻകറിയും ചോറും ഇതിപ്പോൾ ആൾക്കൊന്ന് കൊണ്ട് കൊടുക്കുകയാണേ. നോക്കാം നമുക്ക് ആളുടെ എക്സ്പ്രഷൻ എങ്ങനെയുണ്ടെന്ന്, ആ ഒരു സന്തോഷം, അത് കഴിച്ചിട്ടുള്ളൊരു അഭിപ്രായം, അതൊക്കെയാണ് നമ്മുടെ സന്തോഷം. ഇതൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം അതാണ്. ഓ എന്തെങ്കിലും ആവട്ടെ, ചിരിച്ചു. ഓക്കെ, ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി കഴിച്ചിട്ടുള്ള അഭിപ്രായം, എക്സ്പ്രഷൻ. ഓഫ്, ഇതാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ മീൻകറി ഞങ്ങളെയൊക്കെ ചവിട്ടി പുറത്താക്കി ആള് അതിനോടുള്ള യുദ്ധം തുടങ്ങി.